നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിരട്ട കൊണ്ട് പലതരം കൗതുക വസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചിരട്ട കൊണ്ട് വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കി ഞെട്ടിച്ചിരിക്കുകയാണ് കോട്ടയം സ്വദേശി സന്തോഷ്. വയലിനാണ് ആദ്യം ഉണ്ടാക്കിയത്. ഈ വയലിൻ ഉണ്ടാക്കി കഴിഞ്ഞ് മറ്റ് വാദ്യോപകരണങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായി വയലിൻ ഉണ്ടാക്കിയപ്പോൾ ഇതിൽ നിന്ന് ശബ്ദം വല്ലതും വരുമോ എന്ന് ചോദിച്ചവരെ ഇത് വായിച്ച് ഞെട്ടിച്ച് കളഞ്ഞു സന്തോഷമല്ല, സന്തോഷിൻ്റെ സുഹൃത്തുക്കൾ ആണ് അത് വായിച്ചത്. സന്തോഷിന് വായിക്കാൻ അറിയില്ല. അതിനുശേഷമാണ് അദ്ദേഹം ഇടയ്ക്ക ഉണ്ടാക്കിയത്, അതും ചിരട്ട കൊണ്ട്. ഈ വയലിനും ഇടയ്ക്കയും മാത്രമല്ല, നിരവധി കൗതുക വസ്തുക്കൾ, പ്രതിമകൾ, ശില്പങ്ങളൊക്കെ സന്തോഷ് ചിരട്ട കൊണ്ടുണ്ടാക്കും. ഇനി വേണ്ടത് സർക്കാർ അധികാരികൾ ഈ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സന്തോഷിന് കൂടുതൽ സന്തോഷമായേനെ. ഇതിനൊരു വിപണി കണ്ടെത്തിയിരുന്നെങ്കിൽ. നമുക്ക് ആ ചിരട്ട വിശേഷം കണ്ടുവരാം. ചിരട്ടയിൽ നിരവധി കരകൗശല വസ്തുക്കൾ ഒരുക്കിയിട്ടുള്ള സന്തോഷിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണ വിജയങ്ങളൊന്നാണ് ചിരട്ടയിൽ തീർത്ത ഇടയ്ക്ക. അതുകൊണ്ട് തന്നെ വയലിൻ്റെ കൗതുകത്തിലേക്ക് പോകും മുമ്പ് ആദ്യം നമുക്ക് ഇടയ്ക്ക വിശേഷം കാണാം. ചിരട്ട ഉപയോഗിച്ചുള്ള ഇടയ്ക്ക നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ ഏറെ സങ്കീർണമായിരുന്നു. ഒരു വാദ്യോപകരണം എന്നതിനപ്പുറം ഇടയ്ക്കയെപ്പറ്റി കാര്യമായി ഒന്നും അറിയാതിരുന്ന സന്തോഷ് നീണ്ട അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒടുവിലാണ് ഇടയ്ക്ക നിർമ്മിച്ചെടുത്തത്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഒന്നും നമ്മൾ പുതിയത് വേണം, ആ ഒരു ഇതിലായിരുന്നു. അങ്ങനെ അളവെല്ലാം മേടിച്ച്, ഇത് ഏതിനാണേലും അളവ് കറക്റ്റായിരിക്കണം. അതൊത്തിരി ഇത് തന്നെയാണ്. എന്തായാലും അങ്ങനെ ഉണ്ടാക്കി ഇതെല്ലാം തീർന്ന് ഒരാൾ കൊട്ടി സൗണ്ട് കേട്ടപ്പോഴാണ് നമുക്ക് ഒരു 100% എനിക്കും ഒരു ഇതായത്. അതും ഒറിജിനൽ സൗണ്ട് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ, നമുക്കിത് അറിയത്തില്ലല്ലോ. അറിയാത്ത ഒരാൾ ഇങ്ങനെ ഉണ്ടാക്കി അതിൽ നിന്ന് കേൾക്കുമ്പോഴത്തേന് 100 ഇരട്ടി സന്തോഷമാണ്. സാധാരണ ഇടയ്ക്കയുടെ കുറ്റി നിർമ്മിക്കുന്നത് തടി കൊണ്ടാണെങ്കിൽ ഈ ഇടയ്ക്കയുടെ കുറ്റി ചിരട്ടയിൽ തീർത്തതാണ്. കുറ്റി മാത്രമല്ല, ഇരുവശങ്ങളിൽ തുകലുറപ്പിക്കുന്ന വട്ടങ്ങളും ജീവക്കോലുകളും ചിരട്ടയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത്, അത് കട്ട് ചെയ്യുന്ന ആക്സോബ്ലേഡിനാണ് കട്ട് ചെയ്യുന്നത്, അല്ലെ പൊടി പറന്നു പോകും. മെയിനായിട്ടും ആ പൊടി എനിക്ക് വേണം. അപ്പോൾ അതോടെ കട്ട് ചെയ്ത് ലെയറായിട്ട് 3 ലെയറൊക്കെ ഒട്ടിച്ചെടുത്താണ് ആ കുറ്റി ഉണ്ടാക്കിയത്. കുറ്റിക്ക് പൊക്കം, അതിൻ്റെ ഉള്ള്, അതിൻ്റെ പുറം കനം, ഇതെല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ അതിന് കുറ്റിയുടെ തടിയുടെ കനം, ആ കനം വരണം. അതിന് ഞാൻ 3 ലെയർ ചിരട്ട ഒട്ടിച്ചൊട്ടിച്ചാണ് ആ കനമാക്കിയെടുത്തത്. അല്ല, ഇച്ചിരി ചെറിയ കനമേ ഉള്ളൂ. അത് 3 ലെയർ ഒട്ടിച്ചെടുത്താണ് അങ്ങനെ ഇടയ്ക്കയുടെ കുറ്റി ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ വട്ടവും ഞാൻ അതും ചിരട്ടയിലാണ് ചെയ്ത്. പിന്നെ ജീവക്കോലെന്നും പറഞ്ഞ് ആ പൊടിപ്പ് തൂക്കിയിടുന്നത്, ഇതെല്ലാം ഇടയ്ക്ക ഉണ്ടാക്കി കഴിഞ്ഞാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ഇതിൻ്റെ പേരെല്ലാം മനസ്സിലാക്കിയത്. അങ്ങനെ അതുണ്ടാക്കിയെടുത്ത്, പിന്നെ അത് കൊട്ടാനായിട്ട് കമ്പ്, ഇത്ര ഉണ്ടാക്കാമെങ്കിൽ പിന്നെ അതുകൂടെ ആയിട്ട് എന്നുള്ള ഇതിലാണ് ഞാൻ ആ കമ്പും കൂടെ ഉണ്ടാക്കിയത്. ഇടയ്ക്ക വായിക്കാൻ അറിയുന്ന സുഹൃത്ത് വായിച്ച് അംഗീകരിച്ചതോടെ പരീക്ഷണം വിജയമായി എന്ന് സന്തോഷ് തിരിച്ചറിഞ്ഞു. കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സന്തോഷ് നടുവിന് ഗുരുതര പരിക്കുപറ്റി വിശ്രമത്തിൽ കഴിയുന്ന സമയത്ത് വിരസത മാറ്റാൻ ചിരട്ടയിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് കൗതുക വസ്തുക്കളുടെ നിർമ്മാണത്തിന് തുടക്കമായത്. ഒന്നുമില്ല, ഞാൻ ചെറുതായിട്ടൊക്കെ നോക്കുന്നല്ലാതെ വേറെ അങ്ങനെ ഒരു മേഖലയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ആ മേലാ കിടന്നപ്പോഴത്തേന് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് എന്നോട് ഒരു ഡോക്ടർ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകുള്ളൂ. അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ്. എന്നാലും നിങ്ങളിപ്പോഴും ആ കെട്ടിടം പണിയായിട്ട് നടക്കുമായിരുന്നെങ്കിൽ ഇതറിയത്തില്ല, നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടായിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ മേലാ കിടന്ന എനിക്ക് ഇങ്ങനെ ഒരു വഴി എനിക്ക് തെളിച്ചു തന്നു. 6 അടി വലിപ്പത്തിൽ തീർത്ത ചിരട്ട കൊണ്ടുള്ള വിളക്കാണ് ആദ്യം നിർമ്മിച്ചതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്. അതെനിക്ക് 3 മാസം എടുത്ത്. 3 മാസം. അന്ന് വേറെ ഇതൊന്നുമില്ല. ഈ ആക്സോബ്ലേഡും ഈ പേപ്പറിൽ കുറേ ഇതെല്ലാം കമ്പയിൽ പേപ്പർ ചുറ്റി അതൊക്കെ ഇട്ട് ഉരച്ചുരച്ചാണ് ഞാൻ 3 മാസം കൊണ്ടാണ് അങ്ങനെ ഒരു 6 അടിക്ക് ഇത് ചെയ്യുന്നത്.
ഒരു മയിലിൻ്റെ തട്ടൊക്കെ വെച്ച് ഒരു വിളക്ക് ചെയ്ത്. അതൊരു ഒരു 1.5 വർഷത്തോളം ഇവിടെ തന്നെ ഇരുന്ന്. അപ്പോൾ എല്ലാവരും വന്ന് കാണും. ഇവിടെ ഉത്സവമൊക്കെ വരുമ്പോഴത്തേന് ഞാൻ ഈ കപ്പും ചിരട്ടയെല്ലാം ഇവിടെ കൊണ്ടുവെക്കും. അപ്പോൾ എല്ലാവരും കണ്ടേച്ച് ഒരു കപ്പ് പോലും എന്നോട് മേടിച്ചില്ല. ആദ്യമൊക്കെ പാത്രങ്ങളും വിളക്കുകളും നിർമ്മിച്ചപ്പോൾ രൂപഭംഗി കുറവായിട്ട് തോന്നി. പിന്നീട് ചിരട്ടകൾ ചെറു കഷ്ണങ്ങളായി മുറിച്ച് കൂട്ടിയോജിപ്പിച്ച് അവയിലെ വിടവുകൾ ചിരട്ടപ്പൊടി ഉപയോഗിച്ച് നികത്തി ശില്പങ്ങൾക്ക് കൂടുതൽ ഭംഗി നൽകി. നിലവിളക്ക്, മയിൽ, കൊക്ക്, മീൻ, കെട്ടുവള്ളം എന്നിവയായിരുന്നു ആദ്യം ചിരട്ടയിൽ വിരിഞ്ഞ രൂപങ്ങൾ. ശ്രീനാരായണ ഗുരു, ശ്രീബുദ്ധൻ, ശ്രീകൃഷ്ണൻ, ഗണപതി അങ്ങനെ നിരവധി ശില്പങ്ങളും സന്തോഷ് ചിരട്ടയിലൊരുക്കി. ആദ്യം ഗുരുദേവനാണ് ചെയ്യുന്നത്. അത് മേക്കാ അമ്പലത്തിലെ തിരുമേനി വിനോദ് ശാന്തി പുള്ളിയാണ് ഇങ്ങനെ പറയുന്നത്, ഇനി സന്തോഷ് ചേട്ടൻ ഒരു വിഗ്രഹമായിട്ട് ഒരു ഗുരുദേവനെ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് വരെയും ചെയ്തിട്ടില്ല, സിമെൻറ്റെ പോലും പണിതിട്ടില്ല. അങ്ങനെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഒരു ഗുരുദേവനെ ചെയ്യുന്നു. അത് നാട്ടുകാരെന്നല്ല, ലോകം മൊത്തം അങ്ങ് ഏറ്റെടുത്തു. ആരും അങ്ങനെ ചിരട്ട ചെയ്തിട്ടില്ല. അത് ഒരു ഭയങ്കര ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു. അങ്ങനെ ഞാൻ ഗുരുദേവനെ ചെയ്ത്. ചിരട്ടയിൽ ഇത്രയേറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളവർ വളരെ വിരളമാണ്. അത് കഴിഞ്ഞാണ് പിന്നെ കൃഷ്ണനെ ചെയ്തു, അയ്യപ്പനെ, ഗണപതി എല്ലാം ചെയ്ത്. പിന്നെ എനിക്കൊരു ഓർഡർ വർക്കായിരുന്നു ഈ ബുദ്ധൻ്റെത്. അതൊരു വെല്ലുവിളിയായിരുന്നു. ഞാൻ ഇന്ന് വരെ ഇത്രയും വലുത് ചെയ്തിട്ടില്ല. ഒരു 3 മാസം മിച്ചെടുത്താണ് അത് ചെയ്തത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ ശിലയിലാണ് ചെയ്യുന്നത് അല്ലെ തടിയാലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരച്ചിട്ട് ചെയ്യാം ഈ ഇച്ചിരി ഇല്ലാത്ത ചിരട്ടയിൽ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആദ്യം മുഖം ഉണ്ടാക്കുന്നു. ഈ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുഖത്തിൻ്റെ 7 8 ഇതാണ് നമ്മുടെ ശരീരം മൊത്തം വരുന്നതെന്ന്. ആ ഒരു അളവ് അറിയത്തില്ലെങ്കിലും നമ്മൾ ചെയ്തു വരുന്നത് ഞാൻ ഒട്ടിച്ചെടുത്തേച്ച് മുഖം ഒന്ന് വെച്ച് നോക്കും. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഉള്ള ഇത് വെച്ചാണ് ഞാൻ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നതെന്ന്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ നിന്ന് സന്തോഷ് ആദ്യം പ്രവേശിച്ച സംഗീതോപകരണം വയലിനാണ്. വയലിന് എനിക്ക് ഒരു മാസം മിച്ചം എടുക്കുന്നുണ്ട് ഒരു വയലിൻ ചെയ്യാനായിട്ട്. ആദ്യം എനിക്ക് 1.5 മാസം മിച്ചം എടുത്തായിരുന്നു. പിന്നെ അതേപ്പറ്റി ഇങ്ങനെ പഠിച്ച് വന്നപ്പോഴത്തേന് പിന്നെ സമയം ഇച്ചിരി കിട്ടുന്നുണ്ട്. വയലിൻ നിർമ്മിക്കാനായിട്ട് ഒരു കൂട്ടുകാരനാണ്, അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വയലിൻ മേടിച്ച്. ഇത് അവൻ തന്നെ അന്നേരം പറഞ്ഞ് ഈ വയലിൻ ആർക്കും ഒരാളും കൊടുക്കത്തില്ല. അപ്പം ഞാൻ ഈ ചിരട്ട ചെയ്യുന്ന കാരണം അവനെനിക്ക് അളവ് എടുക്കാനായിട്ട് തന്നു. അങ്ങനെ ഞാൻ ഒരു പേപ്പറിൽ വരച്ചെടുത്ത് ഞാൻ കുറേ ഫോട്ടോയും എടുത്ത് അങ്ങനെയാണ് ഈ വയലിൻ ഉണ്ടാക്കുന്നത്. വയലിൻ ഉണ്ടാക്കിയിട്ട് കമ്പി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ സാധനങ്ങൾ മേടിക്കാൻ ചെന്ന് അവിടെ ചോദിച്ചപ്പോൾ അവരും ഇത് ചെയ്തു തരത്തില്ല. പിന്നെ ഞാൻ തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഞാൻ സാധനം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് സെറ്റ് ചെയ്ത്. വയലിൻ്റെ തന്നെ ഒരാൾ വന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി പുള്ളി വായിച്ചു. പുള്ളി വായിക്കുന്ന പശ്ചിലത്തെ പാട്ട് ശ്രുതിയിൽ നിന്ന് ഉയരും എന്നുള്ളൊരു പാട്ട് വായിച്ചു. അത് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു. പൂർണ്ണമായും ചിരട്ടയിൽ തീർത്ത വയലിനും സാധാരണ വയലിനുകളെ പോലെ തന്നെ നാദവിസ്മയം തീർക്കുന്നതാണ്. വയലിൻ നിർമ്മിക്കുമ്പോൾ സന്തോഷിന് ഈ വാദ്യോപകരണത്തെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയുമായിരുന്നില്ല.
ഇതിൻ്റെ ഏത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയാലും അതിൻ്റെ അളവ് കറക്റ്റായിരിക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന തടിയാൽ ഉണ്ടാക്കുന്ന അവരുടെ അളവ് മേടിച്ചാണ് ഞാൻ ഇതുണ്ടാക്കിയത്. എങ്ങനെയോ ഇതെല്ലാം ശരിയായി കിട്ടി. പിന്നെ ഇത് ഒന്നും എനിക്ക് വായിക്കാൻ അറിയത്തില്ല. വയലിനാണേലും എനിക്കറിയത്തില്ല, ഇടയ്ക്കായും എനിക്കറിയത്തില്ല. എന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സന്തോഷ് നിർമ്മിച്ച വയലിൻ ഈ രംഗത്ത് സജീവമായ പല കലാകാരന്മാരും വായിച്ചു നോക്കി സന്തോഷിനെ അഭിനന്ദിച്ചു. തൃപ്പൂണിത്തുറ RLV മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് കോളേജിലെ വയലിൻ വിഭാഗം മേധാവി N. പാർവതിയമ്മാൾ സന്തോഷ് നിർമ്മിച്ച വയലിൻ മികച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തി. എൻ്റെ സ്നേഹിതൻ തന്നെ പക്ഷേ ഇപ്പോൾ ഒരു 3 വയലിന് വായിച്ചത് ബിനോയ് എന്ന് പറയുന്ന വയലിനിസ്റ്റാണ്. പിന്നെ ഫേമസ് ആയിട്ട് വായിച്ചത് ചമ്പക്കര രാജേഷ് സാർ എൻ്റെ 2 വയലിൻ വായിച്ചു. നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ഉള്ളതായിരുന്നു നമ്മുടെ ഗംഗാക്കൊച്ച് എൻ്റെ വയലിൻ വായിച്ചു. അതും നല്ലൊരു അഭിപ്രായമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. പിന്നെയാണ് എനിക്ക് തൃപ്പൂണിത്തുറ RLVന്ന് അത് ഞാൻ ആ മണ്ണിൽ കാല് ചവിട്ടാൻ പറ്റിയത് തന്നെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. 6 വയലിനുകൾ ഇതുവരെ ചിരട്ടയിൽ സന്തോഷ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ 5 എണ്ണം ആവശ്യക്കാർക്ക് നൽകി. വയലിൻ 6 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. ഇടയ്ക്കാ ഒരെണ്ണേ ആയുള്ളൂ. അത് പിന്നെ എനിക്ക് മടുപ്പ് കാരണമാണ്. എൻ്റെ ഒരു ആഗ്രഹം സാധിച്ച്. തടിയേൽ ഉണ്ടാക്കുന്നവർ പറഞ്ഞു 50 എണ്ണം ഉണ്ടാക്കിയാൽ 20 എണ്ണം ശ്രുതി ചേർത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഓർമ്മത്തെ തന്നെ ആയല്ലോ എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ പറഞ്ഞു സ്വരം നന്നായപ്പോൾ പാട്ട് നിർത്തി. എൻ്റെ ആഗ്രഹം സാധിച്ചു. ഞാൻ ഇനി അതുണ്ടാക്കുന്നില്ലെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. പക്ഷികളും പാത്രങ്ങളുമൊക്കെയായി നിരവധി കരകൗശല വസ്തുക്കളും സന്തോഷ് ചിരട്ടയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ വലിയൊരു പങ്ക് വിറ്റുപോയി. ഇപ്പോൾ കാണാനെത്തുന്നവർക്കായി സൂക്ഷിച്ചിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് സന്തോഷിൻ്റെ പക്കലുള്ളത്. യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാതെ പൂർണ്ണമായും കൈകൊണ്ടാണ് ഈ കൗതുക വസ്തുക്കളും സംഗീതോപകരണങ്ങളും സന്തോഷ് നിർമ്മിക്കുന്നത്. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ചിരട്ട മുറിച്ചെടുത്ത് പശ കൊണ്ടൊട്ടിച്ച് സാൻഡ് പേപ്പർ കൊണ്ട് മിനുസപ്പെടുത്തി ഒടുവിൽ പോളിഷ് ചെയ്തു വെക്കുന്നു. കട്ടറിന് നമുക്ക് അത് കണ്ടിച്ച് എടുക്കാൻ പറ്റത്തില്ല. എനിക്കൊരു വയലിനുണ്ടാക്കണ ഒരു അരച്ചാക്ക് ചിരട്ട മുറിച്ച് തന്നെ വേണം. അതെല്ലാം ഞാൻ ഹാക്സോ ബ്ലേഡിന് എടുത്ത് കണ്ടിച്ചാണ്. അല്ലെ പൊടി പറന്നു പോകും. അത് കാരണമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൈകൊണ്ട് ഞാൻ ഉരച്ചാണ് ചെയ്യുന്നത്. ഇതൊന്നും മെഷീനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം എത്ര ഇതാണേലും ചെറിയ സാൻഡ് പേപ്പർ അല്ല വാട്ടർ പേപ്പർ അങ്ങനത്തെ പേപ്പർ ഇട്ട് പിടിച്ച് പിന്നെ ഒത്തിരി പേപ്പർ ഇട്ട് പിടിക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഫിനിഷിങ് ആകും. അങ്ങനെയൊക്കെ ചെയ്താച്ചാണ് ആകെ പോളിഷിംഗ് എന്ന് പറയാനില്ല. ആകെ ഒരു കോട്ട് ഇത് അടിക്കുന്നതേ ഉള്ളൂ. സ്ലീക്ക് എന്ന് പറയുന്ന അതടിക്കുന്നുള്ളൂ. എനിക്ക് പെയിൻറ്റിംഗ് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ചുമ്മാ ഒന്ന് അടിക്കുന്നു, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും സന്തോഷിനെ തേടിയെത്തി. വിദേശ മലയാളികൾ സന്തോഷിൻ്റെ ചിരട്ട ഉൽപ്പന്നങ്ങൾക്കായി നേരിട്ട് വിളിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ചിരട്ട ഇന്ന് വരെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. എനിക്ക് നാട്ടുകാർ കൊണ്ടുത്തരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ എനിക്ക് അതിശയമാണ്. കാറയിലൊക്കെ കൊണ്ടുവന്ന് ചാക്കിനകത്ത് ഇപ്പോഴത്തെ ആക്രിക്കാരെടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് കൊടുക്കാതെ എനിക്ക് കൊണ്ടുത്തരുന്നുണ്ട് ചിരട്ടകൾ. സന്തോഷിനെ പോലുള്ള കലാകാരന്മാർ സ്വന്തം പ്രതിഭയുടെ ബലത്തിൽ മാത്രം തിളങ്ങുന്നവരാണ്. അവരുടെ തൊഴിൽ നൈപുണ്യത്തെ മെച്ചപ്പെടുത്താൻ സമൂഹത്തിൽ നിന്ന് കാര്യമായ പരിഗണനകളൊന്നും തന്നെ ലഭിക്കാറില്ല. ഇപ്പോൾ അവരുടെ വൈഭവം പുറം ലോകത്തെത്തിയിട്ടുണ്ട്. അവരുടെ വൈദഗ്ധ്യത്തിന് താങ്ങായി അധികാര കേന്ദ്രങ്ങൾ കൂടി ഉണർന്നു പ്രവർത്തിച്ചാൽ കേരളത്തിലെ ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി കണ്ടെത്താനാവും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതുമയുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.